ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എക്സാം ഒക്കെ അല്ലേ, അതാ വീഡിയോ ഇടാത്തത്. ഇത്ര ഡേയ്സ് ഡിലേ വരാൻ കാരണം ഒരു സിനിമാറ്റിക് വീഡിയോയുടെ പുറകെ ആയിരുന്നു. സോ അതിനെപ്പറ്റി കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. സിനിമാറ്റിക് എടുക്കാൻ ഞാൻ മാത്രമല്ലായിരുന്നു. എൽവി ഗെയിമിംഗ് സ്ട്രീമറാണ് ആൻഡ് ഗെയിം എക്സ്പ്ലെയിൻ ഫ്രം തമിഴ്നാട് യൂട്യൂബർ ആൻഡ് ഇറ്റ്സ് മീ എസ്ര. ആ സാമ്പൊക്കെ കളിക്കുന്ന കുട്ടിയില്ലേ അവള്, പിന്നെ ബംഗാളി ബാബു, ബെൻസ്, നന്ദുക്കുട്ടൻ, ന്യൂസ് ടിവി, പ്രണവ് പാർക്കർ, സ്റ്റീവ് ക്രോസ്, യാഗു ആൻഡ് ഡി സിയിൽ മോശം മനുഷ്യ റോളുള്ള ആൾക്കാർ, പിന്നെ വേറെ ആരുമല്ല ഞാൻ തന്നെ. ഹിഹി. ഷൂട്ട് തുടങ്ങുന്ന മുന്നേ ആദ്യമായിട്ട് എല്ലാവരും കൂടെ ചെയ്ത ഡ്യൂട്ടി സ്കിന്ന് റെഡിയാക്കുന്ന പരിപാടിയാണ്. എൻ്റെ പൊന്നോ, കയറി ഇറങ്ങാത്ത ഡി സി കമ്മ്യൂണിറ്റി ഇല്ല. ഇതിനകത്ത് ഹീറോയ്ക്കുള്ള സ്കിന്ന് കിട്ടാനായിരുന്നു പാട്. ഇതിനു വേണ്ടി തന്നെ 3 days ഡിലേ ഇട്ടു. പിന്നെ ഉള്ളത് ഷൂട്ടിങ്ങാണ്. ബട്ട് എന്തോ എടുത്തിട്ട് ഷൂട്ട് നടത്തും. സോ സ്റ്റോറി വേണം. സ്റ്റോറിക്ക് വേണ്ടി ഞങ്ങൾ ഒരു 5-6 പേര് വി സിയിലിരുന്ന് ആരൊക്കെ ആവണമെന്ന് അവരോട് തന്നെ ചൂസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അവർ തന്നെ അവരുടെ സ്റ്റോറി റെഡിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരും കുറച്ച് റോളൊക്കെ തന്നെ ഉണ്ടാക്കിയെടുത്തു. വില്ലൻ, നായകൻ, സൈഡ് ക്യാരക്ടർ ആൻഡ് ദ സ്പെഷ്യൽ ക്യാമിയോ റോള്, ഹീറോയുടെ GF, അങ്ങനെ കിട്ടിയ എല്ലാവരുടെയും സ്റ്റോറി വെച്ചൊരു വലിയ കഥയാക്കി മാറ്റി. അതിന് ഞാൻ കുറച്ച് ടൈം എടുത്ത് അത് എപ്പിസോഡ് ടൈപ്പാക്കി മാറ്റി. ദെൻ ഷൂട്ട് ടൈം ആകുമ്പോഴേക്കും ഓരോരുത്തരും ഓരോ സ്ഥലത്തായിരിക്കും. ഫുള്ള് ഓരോ അച്ചടക്കവും ഇല്ലാത്തവന്മാരാണ്. ഇതൊന്നുമല്ല, ലാസ്റ്റ് എല്ലാവരും ഒരു ടൈം സെറ്റാക്കി വന്നപ്പോഴേക്കും അവൻ്റെ അഭ്യാസം. ഞാൻ പറയണേ, ഞാൻ ഫുഡ് അടിക്കുന്നു, കുറച്ച് ചാർജ് ആക്കുന്നു, നമ്മളതേ ഷൂട്ടിങ് അങ്ങ് തുടങ്ങുക. പീടി വേണ്ട. പീടി വേണമെങ്കിൽ നമ്മുടെ നന്ദു വരും, ഞാൻ ഇറങ്ങും, പിള്ളേരെ അവന്മാർ വന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകും. അത്രേ ഉള്ളൂ, ഒറ്റ മൈൻഡ്. കാര്യം വേറെ ഒന്നും അല്ലടാ, സ്കിന്ന് റെഡി ആയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് സ്കിന്ന് റെഡി ആയിട്ടില്ല. സ്കിന്ന് നോക്കുമ്പോഴേക്കും എന്താ സ്കിന്ന് റെഡി. ഇപ്പം നീ ആയിരിക്കും ഞാൻ ഒരു പണി എടുത്തിട്ടില്ലെന്ന്. എടാ പാർട്ടി ഞാൻ രാവിലെ തൊട്ടേ പണി വെക്കുവാടാ. ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും സ്കിന്ന് ആഡാക്കിയിട്ട് കയറുമ്പോഴേക്കും അരി കയറാൻ പറ്റുന്നില്ല. അത് കത്തി പോകുന്നടാ, ഭയങ്കര വിഷയം. ഇപ്പോൾ സ്കിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഡാക്കി വൻ വിഷയം. ഇപ്പോൾ നീ നമ്മൾ സ്കിന്ന് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. റെഡി എടാ, നിങ്ങൾ എല്ലാവരും കൂടി പെട്ടെന്ന് അങ്ങ് വരുമ്പോഴേക്കും എൻ്റെ സ്കിന്നൊന്നും റെഡി അല്ല. നമ്മൾ എന്തെടുത്ത് ഷൂട്ട് ചെയ്യും ഒക്കെ പോട്ടെ. മറ്റേ ഈഗിൾ സാമ്പ് ആക്കിയിട്ട് വേണം എനിക്ക് മറ്റേ മൂവി സെർവറിൽ മറ്റേ ചാറ്റ് എടുത്ത് കളയാൻ. എന്നാലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. കാര്യം നമ്മൾ അപ്പിലോട്ട് പോകണമെങ്കിൽ ഒന്നെങ്കിൽ പാർട്ടി ആരെങ്കിലും മറ്റേ ജെറ്റ് പാക്ക് കയറണം. ഷൂട്ടിങ്ങിന് പണിയുണ്ട്. ലാസ്റ്റ് വേണ്ടപ്പെട്ട കുറച്ച് സ്കിന്നങ്ങ് വെച്ച് ഷൂട്ട് തുടങ്ങി. എന്തൊക്കെയാണെങ്കിലും ഷൂട്ടിങ് വിഷയമായിരുന്നു. ബോറിംഗ് ഇല്ലാതെ ഫണ്ണായി എല്ലാം എടുക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ടൈം പോകുന്നതേ അറിയുന്നില്ലായിരുന്നു. ദെൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും വി സി തന്നെ ഇരുന്ന് മിനി ഗെയിമൊക്കെ കളിക്കും. എൻ്റെ അമ്മോ, ഏത് മോഡ്. പിന്നീട് വന്ന ഏറ്റവും വലിയ വെല്ലുവിളി മൂവി സെർവറിൽ ആനിമേഷൻ നമ്പർ ബേസാണ് കിടക്കുന്നത്. എൻ്റെ പൊന്നോ, വൺ ഡേ ഫുള്ള് കുത്തിരുന്ന് പീറ്ററും ബെൻസും പാർട്ടിയും ഒക്കെ ആനിമേഷൻ കണ്ടുപിടിക്കാൻ തുടങ്ങി. വേണ്ടപ്പെട്ട ഒരു 10 ആനിമേഷൻ കിട്ടി. ആൻഡ് തുടക്കം മുതൽ സ്റ്റീവ് ക്രൂസ് കട്ടയ്ക്ക് കൂടെ നിന്നായിരുന്നേ. അങ്ങനെ 1 വീക്ക് കളിച്ചും ചിരിച്ചും കടന്നുപോയി. ആൻഡ് ഇപ്പോൾ ആക്ടർ കമാൻഡ്സ് ഒക്കെ ഒരുവിധം പഠിച്ചു കഴിഞ്ഞു. പിള്ളേരൊക്കെ അടങ്ങി ഷൂട്ടിന് വരാനും തുടങ്ങി. then NGRP കയറാനൊന്നും ടൈം കിട്ടാതായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു ടൈമിലാണ് സുലുവിൻ്റെ മാരേജ് ആയിട്ട് നടക്കുന്നത്. അവൻ എന്നെ പ്രത്യേകം മാരേജിന് വിളിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെന്ന് തല കാണിച്ചങ്ങ് പോയി. പണ്ട് ഇവൻ്റെ മാരേജിന് ഞാൻ മാത്രം പോയൊരവസ്ഥയുണ്ട്. അവിടുന്ന് ഈ ഒരു വൈബിലോട്ട് സുലുവിന് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏത് വൈബ്, അംബാനി വൈബ്. അങ്ങനെ എല്ലാ ഷൂട്ടും ഞങ്ങൾ തീർത്തു. കഥയിലെ ഹീറോയുടെ ഷൂട്ട് ചെയ്യാൻ നല്ല പാടുപെട്ടു. ഫുള്ള് ബോട്ടിനെ വെച്ച് ക്യാമറമാനായ ഞാൻ വരെ ഡ്യൂപ്പായി നിന്നാ ഷൂട്ട് കയറുന്നത്. അതിന്റെ ബിഹൈൻഡ് സീൻസ് ഒക്കെ പാർട്ടിയുടെ ലൈവിൽ കാണും. ഈ ആക്ട് ചെയ്തുകൊണ്ടിരുന്നവന്മാർ ഇത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് പോയി. ബെൻസിന്റെയും സിഎസ്രയുടെയും പ്രണവിന്റെയും വോയിസ് ഓവർ മാത്രം കിട്ടി. ബാക്കി മൊത്തം ഡബിങ് അവിടെ സ്റ്റോപ്പായി. ആൻഡ് ബാക്കി ഡബിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ചെയ്യുന്നവന്മാരെയൊക്കെ വെച്ച് 2-3 ഡബ് അങ്ങ് തീർത്തു. ആൻഡ് PD സൈഡ് PDക്കാരുടെ ഡബൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ടൈം എടുത്ത് അങ്ങ് നിന്നു. അങ്ങനെ എഡിറ്റിംഗ് അവിടെ വെച്ച് സ്റ്റോപ്പായി. സോ ഇതിനു വേണ്ടി എല്ലാവരും നല്ല എഫേർട്ടൊക്കെ എടുത്തുകൊണ്ട് ആ എപ്പിസോഡ് വരാൻ ടൈം എടുക്കും. എല്ലാത്തിനും ഉപരി ലാസ്റ്റ് വീഡിയോയിൽ NGRP അഡ്മിൻസിൻ്റെ റിയാക്ഷൻ വന്നതോടെ അവിടെ ഞാനങ്ങ് സ്റ്റെക്കായിപ്പോയി. ഞാൻ പറഞ്ഞ ആ വീഡിയോ കണ്ട് എല്ലാവന്മാരും എന്നെ തുപ്പു എന്നാണ് വിചാരിച്ചത്. ബട്ട് ആദ്യം മേഡിൻ്റെ കമൻറ്റ് കണ്ടപ്പോഴേ മനസ്സിലായി ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായെന്ന്. ഇത് കഴിഞ്ഞപ്പോൾ അതേ ഫിന്ന് വന്ന് കമൻറ്റ് ഇട്ട്. ഇവിടുന്ന് ഹാർട്ട് ബീറ്റൊക്കെ കൂടി. ദെൻ ബിഗ് ബി, പടയപ്പ, ക്രിപ്റ്റോ ഒക്കെ ആയപ്പോഴേക്കും 2 days ഞാൻ ഐഡിയങ്ങ് കയറിയില്ല. ആൻഡ് ഇപ്പോൾ ഞാൻ NGRPയിൽ കയറി കളിക്കുന്നതിന് വലിയ ഉദ്ദേശമുണ്ട്. അത് സക്സസ് ആയിട്ട് അതിൻ്റെ വീഡിയോ ഇടാം. ബാക്കി കണ്ടൻറ്റൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇട്ടേക്കാം. ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള എനർജി എനിക്ക് കിട്ടിയത് ആ ബ്രോ DC വന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ഒരാളെങ്കിൽ ഒരാൾ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവന് വേണ്ടി മാത്രമാണേലും ഞാൻ വീഡിയോ ഇടും. ഓക്കെ, ബൈ.